ഡാഡി കൂൾ എന്നാലും മമ്മൂക്കയുടെ കൂടെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആ ഒരു ഓർമ്മ എന്ന് പറയും മോനെ. എന്താ? ഡാഡി കൂൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ഒരു തിയേറ്ററിൽ പോയി കണ്ട പോലെ. അത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ സന്തോഷം മോഹൻലാൽ അങ്കിളിനോട് അഭിനയിച്ചു. അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും അഭിനയിക്കാൻ അറിയൂ എന്ന് ചോദിച്ചു സ്വന്തമായിട്ട്. ഭയങ്കര കോൺഫിഡൻസ് കിട്ടി, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ്. എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോനോട് തന്നെ ഇത്ര അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചൊന്നുമല്ലേ, പക്ഷെ വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത്. അങ്ങനെ മോനോട് പറഞ്ഞ ഒരു ഓർമ്മ ഏതായിരിക്കും? മോൻ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ ആക്ടേഴ്സ് പറഞ്ഞാലും ആര് പറഞ്ഞാലും, ആക്ടേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ നല്ലതെന്ന് പറയും. അതാണ് ഫസ്റ്റ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ ആക്ടേഴ്സ് പറയുമ്പോൾ നല്ലതായിരുന്നു പക്ഷേ ഇന്ന ഭാഗം ശരിയാക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെറിയ എന്നാലും പക്ഷെ എല്ലാവരും നല്ലതായിരുന്നു എന്ന് പറയുമല്ലേ? നല്ലതായിരുന്നു മിക്കരും കണ്ടവരെല്ലാവരും നല്ല. എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ ഒരു സിനിമ കഴിഞ്ഞു, പക്ഷെ എനിക്ക് മോനെ എല്ലാ ടി വിയിലും ഉണ്ടായിരുന്നു, റേഡിയോയിലൊക്കെ മോൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഡാഡി കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ വിഷൻ അങ്ങനെ ഇങ്ങനെ മാറി 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 പോയായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഓർമ്മ മോനെ ടി വിയിലും ഒക്കെ ഒരുപാട് അന്ന് നിറഞ്ഞു നിന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് നമ്മൾ ഒരു സിനിമ കഴിഞ്ഞു ഒരു അഭിപ്രായം പറയാനൊക്കെ പോകുമ്പോൾ അതായത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം പേടിയുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിച്ചപ്പോഴാണോ പേടി തോന്നിയത്? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണോ പേടി തോന്നിയത്? ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു പേടി പോലെയായിരുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല ഇൻ്റർവ്യൂ. കുറേ ചോദ്യങ്ങൾ, കുറേ ആൾക്കാർ, കുറേ ക്യാമറ, 3-4 ക്യാമറ, ലൈറ്റ്സ്, അങ്ങനെയൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡാഡിക്കുള്ള കഴിഞ്ഞപ്പോഴായിരുന്നു. പക്ഷേ ക്യാമറയുടെ മുമ്പിലുള്ള ഇൻ്റർവ്യൂ അത് ഡാഡിക്കുള്ള സമയത്തും ഡാഡിക്കുള്ള കഴിഞ്ഞിട്ടായിരുന്നു. കുഴപ്പമില്ല പറഞ്ഞു തോന്നുന്നു. സിനിമയിൽ വന്നപ്പോൾ ഡയറക്ടർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മോനോട് പറഞ്ഞല്ലോ, പക്ഷെ പേടിയുണ്ടായിരുന്നു ഉള്ളിൽ മോന്? ഫസ്റ്റ് അഭിനയിച്ചപ്പോൾ പേടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ മുമ്പ് കുറേ പടങ്ങൾ അഭിനയിച്ചു, പിന്നെ സീരിയൽസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേടിയൊന്നുമില്ല. മോനോട് ഒരുപാട് സിനിമ ചെയ്തതിന് ശേഷം ചോദിച്ചപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നാണ് പറഞ്ഞത്. ചില കുട്ടികൾ ചോദിക്കുമ്പോൾ ആദ്യം സൂപ്പർ സ്റ്റാർ ആവണം എന്ന് പറയും. സിനിമയിലോട്ട് ഇനി മോന് പോകണം എന്ന് ഇല്ലേ എന്ന് ചോദിച്ചാൽ സിനിമയിലോട്ട് പോകണം എന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ ലെവല് നമ്മൾ കുറച്ച് മെച്ചപ്പെടുത്തിയാൽ നമ്മൾ ഇപ്പോൾ അവൻ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ 10ാം ക്ലാസ് തോറ്റതാണെങ്കിൽ പറഞ്ഞാൽ ഒരു വിലയും കാണത്തില്ല. അവൻ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ല സൂപ്പർ സ്റ്റാറാണ്, CA കൂടെയാണെന്ന് പറഞ്ഞാൽ നല്ല വിലയില്ലേ. പാടുമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഒരു ഇന്റർവ്യൂവിലൊക്കെ വന്ന് നമ്മൾ പാടിയില്ലെങ്കിൽ ഇന്ന് മോശമല്ലേ? ഉണ്ട് 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 അത് നമ്മൾ എവിടെ വായിച്ചിട്ടുണ്ട്? പാടിക്കൊള്ളൂ. ഉണ്ടല്ലോ, എല്ലാ ഇന്റർവ്യൂവിലും കണ്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് പാടും, ഡാൻസ് ചെയ്യും. നമുക്കിനി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സംസാരമേ ഉള്ളൂ. അശ്വിൻ പേര് ഞാൻ മറന്നുപോയി, പറഞ്ഞോളൂ. ജോർജ്. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ട്? പാട്ടുണ്ട്, അടുത്ത ഡാൻസ് ഉണ്ട്. ഇപ്പൊ പാട്ട് പിന്നെ ഒരു പാട്ട് ഞങ്ങൾ ഇട്ടേരും, മോൻ ഡാൻസ് ചെയ്യും. പാടാം രണ്ടുപേരും, ഏത് പാട്ടായാലും കുഴപ്പമില്ല. പാട്ട് പാടണം. ഏത് പാട്ട് പാടണം? ഇഷ്ടമുള്ള പാട്ട്. ഞാൻ തായ്ക്കുടം ബ്രിഡ്ജിന്റെ നൊസ്റ്റാൾജിയ പാടാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ
ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളെ കുമാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പെഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊരുക്കി, തക്കാളി പപ്പാളി അച്ചങ്ങ വെച്ചങ്ങ പിച്ചങ്ങയോടുത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമാളെ മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമാളെ മാമുണ്ട് ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു, മാറിവിൽ ഗോപുരമാളിക തീർത്തു. അതിൽ നാം ഒന്നാടിപ്പാടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ.